പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ സർവൈവർ സീരീസ് വാർ ഗെയിംസ് 2025 ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ചാമ്പ്യനായ സൂപ്പർ താരം ജോൺസിന ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത മത്സരത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോയോട് പരാജയപ്പെട്ട് ആ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടതിൽ എന്തുകൊണ്ടാണ് ജോൺസിന പരാജയപ്പെട്ടത്, WWE എന്ന് പറയുന്ന ഈ കമ്പനിയെ ഇത്രത്തോളം വളർത്തിയ സൂപ്പർ താരത്തെ മനഃപൂർവ്വം തരം താഴ്ത്തുകയാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ ആരാധകർ അഭിപ്രായം പറയാനുള്ള കാരണം എന്താണ്, അതിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സർവൈവർ സീരീസ് വാർ ഗെയിംസ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഈ ഒരു മത്സരത്തെ സംബന്ധിച്ചുള്ള ചെറിയൊരു റീക്യാപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ, മത്സരത്തിൽ കുറേയധികം സ്റ്റോറി പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. മത്സരം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ അംഗമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഫാക്ഷനിലെ 2 മെമ്പേഴ്സ് റോക്സിനി പെരസും റഗൽ റോഡ്രിഗസും ഡൊമിനിക് മിസ്റ്റീരിയോയെ സഹായിക്കാൻ വേണ്ടി ഡൊമിനിക്കിൻ്റെ കൂടെ ആ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. അവർ ഈ മത്സരം ആരംഭിച്ച ഉടനെ തന്നെ ജോൺസിനെയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ മത്സരത്തിൻ്റെ തുടങ്ങി കുറച്ച് മിനിറ്റുകളിൽ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു ഫേക്ക് ഇഞ്ചുറി അഭിനയിക്കുന്നതും, പിന്നീട് ഇതേ സമയത്ത് ജോൺസിനെയെ പവർ ബോംബും അതുപോലെ തന്നെ റോക്സിനി പെരസിൻ്റെ ഫിനിഷറും ചെയ്ത് ഈ വുമൺ റെസ്ലേഴ്സ് ജോൺസിനെ റിങ്ങിൽ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് മനസ്സിലാക്കിയ റഫറി ഈ 2 പേരെയും ഈ മത്സരത്തിൽ നിന്ന് ബാക്ക് സ്റ്റേജിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്നു. അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ മറ്റ് 2 മെയിൽ മെമ്പേഴ്സായ ഫിൻ ബാലറും JD മെക്ഡോണയും വന്നിട്ട് ജോൺസിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജോൺസിന് അവർക്കെതിരെയും തിരിച്ചടി കൊടുക്കുന്നുണ്ട്. അവസാനം ജോൺസിനയുടെ ഷോൾഡർ ബ്ലോക്ക് എന്ന് പറയുന്ന മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ റഫറിയുടെ മേത്തേക്ക് പോയി അടിക്കുന്നതും റഫറി അൺകോൺഷ്യസ് ആകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ജോൺസിന ബാക്ക് സ്റ്റേജിൽ നിന്ന് ഒരു റഫറിയെ അങ്ങോട്ടേക്ക് വിളിക്കുന്ന സമയത്താണ് ലിക് മോർഗൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യം ലിക് മോർഗൻ ഡൊമിനിക് മിസ്റ്റീരിയോയെ സ്ലാപ്പ് ചെയ്യുന്ന പോലെ അഭിനയിച്ചു. പിന്നീട് ജോൺസിനെയെ കെട്ടിപ്പിടിച്ചു. പിന്നീട് ജോൺസിനെയെ ലോ ബ്ലോ ചെയ്ത് ആ ടൈറ്റിൽ എടുത്ത് അടിച്ച് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് 619 എന്ന് പറയുന്ന മൂവും ആ ഫ്രോഗ് സ്പ്ലാഷും ചെയ്യാനുള്ള അവസരം കൊടുത്തു. ഡൊമിനിക് മിസ്റ്റീരിയോ ടൈറ്റിൽ വിജയിക്കാനുള്ള കാരണക്കാരിയായിട്ട് ലിക് മോർഗൻ്റെ ഒരു തിരിച്ചറിവ് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഡൊമിനിക് മിസ്റ്റീരിയോ പുതിയ ചാമ്പ്യൻ ആകുന്നു. ലിക് മോർഗനും ഡൊമിനിക് മിസ്റ്റീരിയോ റീയൂണിയൻ ചെയ്യുന്നതുമായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ജോൺസണയ്ക്ക് അതിനുശേഷമുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫെയർവെല്ല്, അദ്ദേഹത്തിൻ്റെ WWE കരിയറിലെ അവസാന പ്രീമിയം ലൈവ് ഇവൻറ്റ്, ഇന്ന് കളിച്ച സർവൈവർ സീരീസ് ആ പ്രീമിയം ലൈവ് ഇവൻ്റ് ആയിരുന്നു. അതിൽ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ തന്നെ പരാജയപ്പെട്ട് ജോൺസിനെ ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു മൊമെൻറ്റും കൂടി കണ്ടപ്പോൾ ആരാധകർക്ക് കമ്പനി അദ്ദേഹത്തെ മനഃപൂർവ്വം തരം താഴ്ത്തുന്നതായിട്ട് ഫീൽ ചെയ്തു. കാരണം അദ്ദേഹം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, റിട്ടയർ ചെയ്യാൻ പോകുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ ഇനി പുഷ് ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി അദ്ദേഹത്തെ മനഃപൂർവ്വം തരം താഴ്ത്തുകയാണ് എന്നാണ് ഒരു പറ്റം കൂട്ടുകാർ പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ജോൺസിനെ പരാജയപ്പെട്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഓരോ കാരണങ്ങളായിട്ട് വിശദീകരിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഡൊമിനിക് മിസ്റ്റീരിയോ ഇപ്പോൾ നല്ല രീതിയിൽ പോപ്പുലറായി കഴിഞ്ഞിട്ടുണ്ട്. ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു വില്ലൻ കഥാപാത്രമാണ് നിലവിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആ വില്ലൻ കഥാപാത്രത്തിന് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് വേണ്ട ഒരു സ്വീകരണം കാണികൾക്കിടയിൽ കിട്ടുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കാൻ എടുക്കുന്ന സമയത്ത് കാണികൾ അദ്ദേഹത്തെ ബൂ ചെയ്യുന്നത് അത് ഡൊമിനിക് മിസ്റ്റീരിയോത്തിന് അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് പോയാൽ വലിയൊരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. മെക്സിക്കോയിൽ അദ്ദേഹം വില്ലൻ തന്നെയാണ്, പക്ഷേ മെക്സിക്കോയിലെ ആരാധകർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിലവിൽ AAA മെഗാ ചാമ്പ്യൻഷിപ്പ് ഉള്ളത്. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന് പറയുന്ന റെസ്ലർ പോപ്പുലറായി കാണിച്ചിട്ടുണ്ട്. ഇനി ഡൊമിനിക് മിസ്റ്റീരിയോയെ ഒരു മെയിൻ ഈവൻറ്റ് തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ദൗത്യമാണ് ഉള്ളത്. അതിനിപ്പോൾ WWE മുന്നിൽ വീണ് കിട്ടിയ ഒരു ഓപ്ഷനാണ് ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് ടൂറിൽ ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്കെതിരെയുള്ള സ്റ്റോറി ചെയ്ത് ഈ റെസ്ലറിനെയും ഈ ചാമ്പ്യനെയും എലിവേറ്റ് ചെയ്യുക, പൊക്കിക്കൊണ്ടുവരിക എന്നുള്ളത്. അതുകൊണ്ടാണ് സർവൈവർ സീരീസ് പോലെ ജോൺസണയുടെ കരിയറിലെ അവസാന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മത്സരത്തിൽ ഡൊമിനിക് മിസ്റ്റീരിയോയെ വിജയിപ്പിച്ചത്. അതായത് ചുരുക്കി പറഞ്ഞാൽ 46,000-ലധികം കാണികൾ വരുന്ന, കോടിക്കണക്കിന് ആളുകൾ TV-യിലും മൊബൈലിലും കാണുന്ന ഷോയിൽ ഒരു ലെജൻഡ് താരത്തെ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ലെവലുള്ള താരത്തെ, നമ്പർ 1 താരം, ആ താരത്തെ ഡൊമിനിക് മിസ്റ്റീരിയോ പോലെയുള്ള ഒരു യുവതാരം പരാജയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആ ഒരു ശ്രദ്ധ അത് എത്രത്തോളമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹം ചെയ്യുന്ന വില്ലൻ കഥാപാത്രത്തിന് അനുസരിച്ച് അത് കൃത്യമായിട്ടുള്ള ഒരു സ്വീകരണമാണ്. ആ സ്വീകരണമാണ് അവർ ഡൊമിനിക് മിസ്റ്റീരിയോയെ ജോൺസണെക്കെതിരെ വിജയിപ്പിക്കാനുള്ള ഒരു കാരണമായിട്ട് എടുത്തത് എന്നാണ് എൻ്റെ അഭിപ്രായം.
രണ്ടാമത്തേത് ജോൺ സിന റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, റിട്ടയർ ചെയ്യാൻ പോകുകയാണ് എന്നുള്ളതാണ്. അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സീനയെ വിജയിപ്പിക്കുന്നതിലൂടെ കമ്പനി എന്ത് ഇനി ഭാവിയിലേക്ക് എന്നുള്ളൊരു ചോദ്യം മുന്നോട്ടേക്ക് വരും. അതായത് ഇപ്പോൾ സീന വിജയിച്ചു എന്ന് കരുതുക, നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുക പോലുമില്ല. കാരണം സീനയുടെ കരിയറിലെ ഒരു വിജയം പോലെ മാത്രമേ നമ്മളത് ആഘോഷിക്കുകയുള്ളൂ. മറിച്ച് ജോൺസിനെ പരാജയപ്പെടുമ്പോഴാണ് അതൊരു ചർച്ചാ വിഷയമായി മാറുന്നത്. അപ്പോൾ ജോൺസിനെ വിജയിപ്പിച്ചാൽ അത് വലിയൊരു ശ്രദ്ധ കിട്ടുന്ന ഭാഗമായിട്ട് മാറുന്നില്ല, മറിച്ച് ജോൺസിനെ പരാജയപ്പെടുമ്പോൾ അത് ശ്രദ്ധ കിട്ടുന്നു. അപ്പോൾ ജോൺസിന എന്ന് പറയുന്ന താരത്തെ ആര് പരാജയപ്പെടുത്തി, എങ്ങനെ പരാജയപ്പെടുത്തി എന്നുള്ളത് എപ്പോഴും ചർച്ചയാകുന്നുണ്ട്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ ഭാവിയിലേക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അറ്റൻഷൻ അത് നിർണായകമാണ്. ജോൺസിനയെ ഡൊമിനിക് മെയ്സ്റ്റീരിയോ പോലെയുള്ള ഒരു യുവതാരം പരാജയപ്പെടുത്തുമ്പോൾ അവർ കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, ഡൊമിനിക് മെയ്സ്റ്റീരിയോ അല്ലെങ്കിൽ ഇന്ന് ആരാണോ ജോൺസിനയെ നേരിട്ട് പരാജയപ്പെടുത്തിയത് അവർ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഗ്രൂപ്പ്, ഇവരെ ഞങ്ങൾ ഭാവിയിൽ വലിയതായിട്ട് പുഷ് ചെയ്യും, ഇവരാണ് ജോൺസിനയുടെ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകൾ, ജോൺസിനയുടെ പിൻഗാമി എന്നല്ല, ജോൺസിനയ്ക്ക് ശേഷം കമ്പനിയെ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള റെസ്ലേഴ്സ് ആയിട്ട് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ കാണുന്നത് ഇവരെയാണ് എന്ന് പറഞ്ഞ് കമ്പനി നമുക്ക് മുന്നിലേക്കൊരു മെസ്സേജ് വെക്കുകയാണ്. അതും ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ജോൺസിനയുടെ പരാജയത്തിലേക്ക് നയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കമ്പനി ഭാവിയിലേക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിൽ ജോൺസിനയുടെ പരാജയം ഒരു കാരണമായി എന്ന് തന്നെ പറയേണ്ടി വരും. കമ്പനിക്ക് ഈ ഒരു വർഷം ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് മാച്ച് നടത്തി അവസാനിപ്പിച്ച് പോകേണ്ട ഒരു കമ്പനിക്ക് ഇനിയും വരുന്ന വർഷങ്ങളിൽ അവർക്ക് ഷോസ് ചെയ്യണം. ആ ഷോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കാണികൾ വേണം. ആ കാണികൾ വേണമെന്നുണ്ടെങ്കിൽ കാണികൾക്ക് ഇഷ്ടപ്പെടുന്ന സൂപ്പർ സ്റ്റാർസ്, ഇഷ്ടപ്പെടുന്ന താരങ്ങൾ വേണം. ആ ഇഷ്ടപ്പെടുന്ന താരങ്ങളെ വളർത്തിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ അനിവാര്യമാണ്. അത് ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ വിജയത്തിലേക്ക് നയിച്ചു എന്നാണ് എനിക്ക് രണ്ടാമതായി പങ്കുവെക്കാനുള്ളത്. പിന്നീട് ചെറിയൊരു പോയിന്റ് ഉള്ളത് ജഡ്ജ്മെൻറ്റ് ഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ലിവ് മോർഗൻ്റെ റിട്ടേൺ മാത്രം കാണിച്ച് ഇതേ സീക്വൻസിലൂടെ മത്സരം അവർക്ക് അവസാനിപ്പിക്കാമായിരുന്നു. അതിനു മുൻപ് ഫിൻ ബാലർ, ജെഡി മെക്ഡോണ, റോക്സിനി പെരസ്, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവരെയൊക്കെ കാണിച്ചത് ഈ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിന് കുറച്ചും കൂടിയും പ്രാധാന്യം ഞങ്ങൾ കൊടുക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ പുഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ഡേ ഗ്രൂപ്പിനെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചതും ഭാവിയിലേക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്റ്റോറി അതും ജഡ്ജ്മെൻറ്റ് ഡേയെ സംബന്ധിച്ച് വലിയ സ്റ്റോറി ആയിരിക്കും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഡൊമിനിക് മെയ്സ്റ്റീരിയോ ജോൺസിനെ പരാജയപ്പെടുത്തിയത്. ജോൺസിനെ പരാജയപ്പെട്ടപ്പോഴാണ് കമ്പനി അദ്ദേഹത്തെ മനഃപൂർവ്വം തരം താഴ്ത്തുകയാണ് എന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ആരാധകർക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാര്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ജോൺസിന ഉള്ളൊരു സൂപ്പർ സ്റ്റാറിനെ പോലെ എനിക്കും വളരെ ഇഷ്ടമുള്ളൊരു സൂപ്പർ സ്റ്റാറാണ്. ഞാനും ചെറുപ്പകാലത്ത് സിനയുടെ മത്സരങ്ങളൊക്കെ കണ്ട് ഈ ഒരു ഷോ ഇഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. പക്ഷേ കമ്പനി മുൻപെടുത്ത അതേ ഒരു വഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ടേക്ക് പോകുന്നത്. അതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വന്നിട്ടില്ല. ജോൺസിന് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം നടക്കുന്ന ഡിസംബർ 14 തീയതിയിലെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ നെക്സ്റ്റിൽ നിന്നുള്ള താരങ്ങളെ ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം അങ്ങോട്ടേക്ക് ആവശ്യപ്പെട്ടത്. അപ്പോൾ സീന യങ് ആയിട്ടുള്ള ടാലൻസിനെതിരെ മത്സരിക്കാനും പരാജയപ്പെടാനും ഒരുക്കമാണ്. അതിലുപരി കമ്പനി എന്തായാലും അദ്ദേഹത്തെ മനഃപൂർവ്വം തരം താഴ്ത്തിയതല്ല, അദ്ദേഹത്തിൻ്റെ തീരുമാനവും എടുത്ത് കമ്പനിയുടെ ഭാവി സുരക്ഷിതമാക്കിക്കൊണ്ടുള്ള ഒരു റിസൾട്ടാണ് അവർ ഇന്ന് സർവൈവർ സീരീസിൽ കാണിച്ചത്. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മനഃപൂർവ്വം കമ്പനി ജോൺസിനെ തരം താഴ്ത്തിയെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.